പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രി നല്ല ബുദ്ധിമാനായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ കൈവിരൽ മുറിഞ്ഞു. ഇത് കണ്ട മന്ത്രി പറഞ്ഞു, എല്ലാം നല്ലതിന്, ഇതിൽ വല്ല നന്മയുമുണ്ടാകും മഹാരാജാ. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. പകരം വീട്ടാനായി അവസരം കാത്തുനിന്നു. ഒരു ദിവസം കാട്ടിലൂടെ രണ്ടുപേരും നടക്കുമ്പോൾ ഒരു പൊട്ടക്കിണർ കണ്ടു. രാജാവ് മന്ത്രിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടു കൊണ്ടുപറഞ്ഞു, എല്ലാം നല്ലതിന്, ഇതിൽ വല്ല നന്മയുമുണ്ടാകും. രാജാവ് കുറച്ചു നടന്നപ്പോൾ കാട്ടിലെ നരഭോജികളായ മനുഷ്യർ രാജാവിനെ പിടിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ കൊന്നു തിന്നാൻ പോകുകയാണ്. ഒരു നല്ല മുന്തിയ മനുഷ്യനെ കിട്ടിയതിൽ വളരെ സന്തോഷം. അവർ രാജാവിനെ തിന്നാൻ ഒരുങ്ങുന്നതിനു മുമ്പ് ഒന്ന് പരിശോധിച്ചു. പൂർണ്ണരായ മനുഷ്യരെ മാത്രമേ അവർ ഒന്ന് തിന്നുകയുള്ളൂ. അപ്പോഴാണ് കൈവിരൽ മുറിഞ്ഞു കണ്ടത്. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പോ മനുഷ്യാ, ന്യൂനതയുള്ള ഒന്നിനെയും ഞങ്ങൾ ഭക്ഷിക്കില്ല. രാജാവ് സന്തോഷത്തോടെ കിട്ടിയ ജീവനും കൊണ്ട് ഓടി. മന്ത്രിയുടെ അടുത്തേക്ക് ഓടിവന്നു, കിണറ്റിൽ നിന്ന് പെട്ടെന്ന് രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ് മന്ത്രി. എന്റെ കൈവിരൽ മുറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നരഭോജികൾ എന്നെ ഭക്ഷിക്കുമായിരുന്നു. മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെന്നെ തള്ളിയിട്ടതും നല്ലതിനു തന്നെ. കാരണം ഞാനും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെയാണ് അവർ കൊന്നു തിന്നുക. കാരണം ഞാനൊരു പൂർണ്ണ മനുഷ്യനാണല്ലോ. ഇത് കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. കഥയിലെ ഗുണപാഠം: പടച്ചവൻ നമുക്ക് തരുന്ന ഏതൊരു പരീക്ഷണവും അതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ടായിരിക്കും. ക്ഷമിക്കുക, അത് പിന്നീടായിരിക്കും അതിന്റെ പിന്നിലുള്ള നന്മ നമുക്ക് മനസ്സിലാവുക.